ഗൈസ് എല്ലാ ദിവസവും വിചാരിക്കും ഞാൻ ഡെയിലി ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്യണം. അങ്ങനെ എല്ലാ മാസവും ഞാൻ വിചാരിക്കാറുണ്ട്, പക്ഷേ സ്കിപ്പായി പോകും. എന്തായാലും ഇന്ന് മുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കട്ടെ. രാവിലെ തന്നെ ടാക്സ് അടയ്ക്കാനായിട്ട് RT ഓഫീസ് വരെ പോകണം കേട്ടോ. അതിന്റെ കൂടെ തന്നെ വണ്ടിക്ക് ഫൈനുണ്ട്. ഏകദേശം 2000 രൂപ ഫൈൻ വന്നിട്ടുണ്ട്. ആ ഫൈൻ ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആ ഫൈൻ അടയ്ക്കാണ്ട് ഇനിയിപ്പോൾ ടാക്സ് കിട്ടാൻ ചാൻസ് ഇല്ല. ന്യൂസൊക്കെ കാണിക്കുന്നുണ്ട്, ഫൈനൽ ഇളവെന്നും പറഞ്ഞ് ന്യൂസ് കാണിക്കുന്നുണ്ട്. 50% അടച്ചാൽ മതി. ഇപ്പം എനിക്ക് 2000 രൂപ ഫൈൻ ഉള്ളതുകൊണ്ട് 1000 രൂപ അടച്ചാൽ മതിയായിരിക്കും. ഫ്രണ്ടിനെ വിളിച്ചിട്ട് 3 പ്രാവശ്യം വിളിച്ചിട്ട് ആൾ കോൾ എടുത്തിട്ടില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവുള്ളല്ലോ. വണ്ടി ഇപ്പോൾ സർവീസിന്റെ സ്റ്റേജിലാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗമുണ്ട് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കാനായിട്ടുള്ളത്. അപ്പുറം ഭാഗമൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കിയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരൻ വന്നിട്ട് അവന്റെ കൂടെയാണ് RT ഓഫീസിൽ പോണത്. അങ്ങനെ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് RT ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. RT ഓഫീസിന്റെ താഴെ ഒരുപാട് സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അതിലൊരു സർവീസ് സെന്ററിൽ കയറിയിട്ട് ടാക്സ് അടച്ചിട്ട് 13,000 രൂപ തിരിച്ചു വന്നിട്ട് ലെഫ്റ്റ് സൈഡ് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കാനുണ്ടായിരുന്നു. അതൊക്കെ സെറ്റാക്കി വൈകിട്ടായപ്പോഴത്തേക്ക് നേരെ തൃശ്ശൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേഗം ചെല്ലാലോ എന്ന് കരുതിയിട്ടാണ് ഹൈവേ പിടിച്ചത്. ഹൈവേ പോയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക്, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഗിയറിലിട്ട് എഴഞ്ഞാണ് ഏകദേശം 1-2 കിലോമീറ്ററോളം വണ്ടിയും കൊണ്ട് പോയത്. നാളെ എൻ്റെ സുട്ടുമോക്കട ആദ്യത്തെ ചോറൂണാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഏകദേശം പുതുക്കാടായപ്പോഴത്തേക്കും ഗൈസ് വണ്ടി പഞ്ചറായത് പോട്ടെ നോക്കാം. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിന് ടയറും ചാക്കിയൊക്കെ എടുത്ത്, പക്ഷേ അഴിക്കാനായിട്ടുള്ള ടൂള് മാത്രം, സ്പാൻഡർ മാത്രം ഞാൻ എടുക്കാൻ പറഞ്ഞു. അവിടെ പാർക്ക് ചെയ്തൊരു വണ്ടിയിലെ ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ട് ചേട്ടാ സ്പാൻഡർ ഉണ്ടെന്ന്. പക്ഷേ CNG സെറ്റ് ചെയ്തേക്കുന്ന വണ്ടിയിൽ സ്പാൻഡർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, അളിയനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അളിയൻ്റെ വണ്ടിയിലെ സ്പാൻഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ വീലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിപ്പാണ് കണ്ടത് 2 വർഷമായിട്ട് എൻ്റെ വണ്ടി പഞ്ചറായിട്ടില്ല. അതുകൊണ്ട് ഇരുന്നിരുന്ന് ഏറ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഭാഗം നാളെ.